ഹായ് ഹോൾ, നോമ്പൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കിയാലോ. അതായത് ചിക്കൻ കോൺ. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അതിനായി ഞാനൊരു കുക്കറിലേക്ക് ഒരു 5-6 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു 2 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ മതി ഇത് വെന്ത് വരാൻ. ഇനി നമുക്ക് മാവ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പം വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴക്കുന്നത് പോലെ തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. അതിനായി ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ അതൊന്ന് വേഗം വാടി വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ കുരുമുളകിന്റെ പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളകിന്റെ പൊടി, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒന്ന് ചോപ്പ് ചെയ്തതാണ്. അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കാം. അതൊന്ന് വേവിച്ച് ഉടച്ചെടുത്തതാണ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. ഞാൻ ഇതിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച അതിന് ഒരു മാവ് ഒരു ഉരുള എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പം നല്ലോണം നൈസായിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. അപ്പം ഇതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഒരു ദോശക്കല്ലിൽ ഇതൊന്ന് ചുട്ടെടുക്കാം. നല്ലോണം ഒന്ന് ചൂടാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് ചുട്ടെടുത്താൽ മതി. നമ്മൾ സമൂസ ഷീറ്റൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പം ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 2 പീസാക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു കോൺ ഷേപ്പിലാക്കിയിട്ട് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ഇവിടെ കുറച്ച് മൈദമാവ് കലക്കിയിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നല്ല കോൺ ഷേപ്പായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണിൽ നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അപ്പം ഫുള്ളായിട്ട് ഫില്ലിങ് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മൈദ മാവിലൊന്ന് മുക്കിയെടുക്കാം. ഇത് നമുക്ക് വേണ്ടത് സേമിയാണ്. അപ്പോൾ ഇത് ഞാൻ നൈസായ സേമിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് സേമിയയിൽ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അതിനായി ഒരു ചീനച്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നാൽ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും. അപ്പം ചിക്കൻ കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി പൊരിച്ചെടുക്കാം.
അപ്പോൾ അടിപൊളി ചിക്കൻ കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയതാണിത്. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത്, എന്തായാലും ഇതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ കമൻസ് ഒന്ന് പറയണേ.